എല്ലാവർക്കും നമസ്കാരം. കോൺഫിഡൻസ് ഈസ് നോട്ട് ഐ വിൽ പ്രോഫിറ്റ് ഓൺ ദിസ് ട്രേഡ്. കോൺഫിഡൻസ് ഈസ് ഐ വിൽ ബി ഫൈൻ ഇഫ് ഐ ഗെറ്റ് ലോസ് ഫ്രം ദിസ് ട്രേഡ്. ഇൻ ഓർഡർ ടു സക്സീഡ്, ലേൺ ഫ്രം ഫെയിലിയർ, എക്സ്പീരിയൻസ് ദ ഫെയിലിയർ. തോൽക്കാൻ പഠിക്കുന്നിടത്തു നിന്നാണ് വിജയത്തിന്റെ ആരംഭം. ഇറ്റ്സ് മീ ലിൻഡോ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രേഡിംഗ് ജേർണി വിത്ത് ട്രേഡിംഗ് മൈൽസ്റ്റോൺ. പ്രൈസ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ദ ഇൻസൈഡ് ബാർ കൺഫർമേഷൻ. പ്രൈസ് ആക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻസൈഡ് ബാർ കൺഫർമേഷൻ. എന്താണ് ഇൻസൈഡ് ബാർ കൺഫർമേഷൻ എന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യം നമുക്ക് എന്താണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ് എന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ബിഗ് മദർ ക്യാൻഡിലിന്റെ അടുത്തായിട്ട് ഫോം ചെയ്യുന്ന ചെറിയ ബേബി ക്യാൻഡിൽസിനെയാണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഒരു സ്ട്രോങ് മൂവ്മെന്റ് നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇൻസൈഡ് ബാർ പാറ്റേണുകൾ ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ ഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പീരീഡ് ഓഫ് ഇൻഡിസിഷൻ ഇൻ ദ മാർക്കറ്റ്. ബുള്ളിഷ് മൊമെന്റ് നടക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോൾ അവിടെ ഒരു സ്മോൾ റെഡ് ക്യാൻഡിൽ ഇൻസൈഡ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബുള്ളിഷ് ട്രെൻഡ് അവിടെ തീരാൻ പോവുകയാണ്. ബുൾസ് ആർ നോട്ട് ബൈയിങ് എനിമോർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബേറിഷിന്റെ കാര്യത്തിലാണെങ്കിൽ സ്ട്രോങ് ബേറിഷ് മൂവ്മെന്റിന് ശേഷം ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? സെല്ലേഴ്സ് ആർ നോട്ട് കൺട്രോൾഡ് ദ മാർക്കറ്റ് എനിമോർ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ബയ്യേഴ്സിന്റെ ഒരു സാന്നിധ്യം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി മാർക്കറ്റ് മിക്കവാറും ബയ്യേഴ്സ് ആയിരിക്കാം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് 2 പ്രാവശ്യം റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് മാർക്കറ്റിൽ 2 പ്രാവശ്യം പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്ന ആ ഒരു മാർക്കറ്റിൽ മൂന്നാമത്തെ തവണ മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയും അവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ സെല്ലേഴ്സ് ആർ ട്രൈങ് ടു പുഷ് ദ മാർക്കറ്റ് ബിലോ ദ ലെവൽ എഗെയിൻ. അതായത് 2 പ്രാവശ്യം പുൾ ബാക്ക് എടുത്ത ആ മാർക്കറ്റിന് 3-ാം പ്രാവശ്യവും പുൾ ബാക്ക് എടുക്കാനായിട്ട് സെല്ലേഴ്സിന്റെ ഒരു പ്രഷറാണ് ആ ഇൻസൈഡ് ബാർ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒരു മദർ ക്യാൻഡിൽ ഉണ്ടല്ലോ, മദർ ക്യാൻഡിലിന്റെ അടുത്താണല്ലോ സ്മോൾ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഈ മദർ ക്യാൻഡിലിന്റെ ഹയർ പോയിന്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ബയേഴ്സ് ആർ ഇൻ കൺട്രോൾ. എന്താന്ന് വെച്ച് മനസ്സിലായോ? അതായത് ഇൻസൈഡ് ബാർ ഫോം ചെയ്യുമ്പോൾ ഒരു മദർ ക്യാൻഡിൽ ഉണ്ട്, ഒരു ചൈൽഡ് ക്യാൻഡിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ പ്രൈസ് മേളിലോട്ട് അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ അത് ആ മദർ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ മീൻസ് ഇറ്റ് ബ്രേക്ക് ദ ഹയർ പോയിന്റ് ഓഫ് ദ മദർ ക്യാൻഡിൽ. ഇറ്റ് മീൻസ് ബയേഴ്സ് ആർ ഇൻ കൺട്രോൾ, ദ പ്രൈസ് വിൽ ഗോ അപ്പ്. എന്താണ് ഇൻസൈഡ് ബാർ കൺഫർമേഷൻ? പ്രൈസ് ആക്ഷനിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്? എങ്ങനെ ഇൻസൈഡ് ബാർ കൺഫർമേഷൻ നോക്കി ട്രേഡ് എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം പ്രൈസ് ആക്ഷന്റെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.